അസ്സലാമലൈക്കും. മൂപ്പരൊരു സംഭവമാണ്. നിങ്ങൾ ധൈര്യമായിട്ട് വരെ ക്ലാസ് എടുത്തു. ഞാൻ ലൈസൻസ് എടുത്തിട്ട് ഏകദേശം ഒരു കൊല്ലമായി. പിന്നെ സ്കൂട്ടർ എടുക്കും, പക്ഷേ കാർ എടുക്കാനുള്ള കോൺഫിഡൻസ് ഒന്നും ഇല്ല. പിന്നെയാണ് ബാപ്പ ഇങ്ങനെ പറഞ്ഞേ, ജാസിർക്കുണ്ട്, നല്ലോണം പഠിപ്പിക്കുന്ന ആളാണ്. ഇപ്പോൾ ഞാൻ നമ്മുടെ ഡ്രൈവിംഗ് മാസ്റ്ററായ ജാസിറിന്റെ കൂടെ വണ്ടിയിൽ പോവുകയാണ്. എനിക്ക് വേണ്ടത് ഏറ്റവും ക്ഷമയുള്ള ആളാണ്. മൂപ്പർക്ക് നല്ലോണം ഉണ്ട്. അത് കണ്ടു ബോധിച്ച് അവിടെ നല്ല തെറ്റു പറ്റുമ്പോൾ കുഴപ്പമില്ല, സാരില്ല, ഓക്കെയാന്ന് എടുത്തോളൂ, അങ്ങനെ നല്ല കോൺഫിഡൻസ് മൂപ്പര് തരുന്നുണ്ട്. അതായത് വളയിട്ട കൈകൾക്ക് വളയം പഠിപ്പിക്കുന്ന ജാസിർ. പിന്നെ നിങ്ങൾക്ക് ഒരു അറിയാത്ത ആളെന്നോ ഒരു അന്യപുരുഷൻ അങ്ങനെ ഒരു ടെൻഷനൊന്നും ഇവിടെ ഇല്ല. ഇക്കാക്കാനെ പോലെ തന്നെ നല്ലൊരു ബ്രദർലി ഫീലിൽ തന്നെയാണ് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് അങ്ങനത്തെ പേടിയൊന്നും വേണ്ട. വലിയ ടൗണിൽ തന്നെയാണ് പോയത്, പുതിയ തെരുവ്. അവിടെ നിന്നൊക്കെ ഏറ്റവും വലിയ ബ്ലോക്കാണ് കണ്ണൂർ. അവിടെയൊക്കെ പോയി സ്മൂത്ത് ആയിട്ട് എടുക്കാൻ പറ്റി. ഇനി എടുക്കാനുള്ള കോൺഫിഡൻസ് നല്ലോണം കിട്ടി. ഇൻഷാല്ലാ നാളെ മുതൽ ഒറ്റയ്ക്ക് എടുത്ത് ശീലിക്കണം. മുപ്പത് ക്ലാസ് നിങ്ങൾ ധൈര്യമായിട്ട് മേടിച്ചു. അടിപൊളിയായിട്ട് പറഞ്ഞുതരും. ദേഷ്യം പിടിക്കൊന്നും ചെയ്യില്ല. നമ്മൾ സ്ത്രീകൾക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് വീട്ടിലുള്ള ആൾക്കാർ പഠിപ്പിച്ചെടുക്കുമ്പോൾ ഭയങ്കര ദേഷ്യമല്ല, അത് നമ്മളെ കോൺഫിഡൻസ് വല്ലാണ്ട് ഡൗൺ ചെയ്യും. പക്ഷെ ഇവരെ ക്ലാസ് കേട്ടിട്ട് എനിക്ക് ക്ലാസ് വണ്ടി ഓടിച്ചിട്ട് നല്ല ധൈര്യം എല്ലാം കിട്ടി. മുപ്പരൊരു സംഭവമാണ്. നിങ്ങൾ ധൈര്യമായിട്ട് വരെ ക്ലാസ് എടുത്തു. വലിയ പഠിത്തം പഠിച്ചിട്ട് കാര്യമില്ല മോനെ, നമുക്കിത് വേണ്ട.